ICDS സൂപ്പർവൈസറിന്റെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആശങ്കകൾ ഒരുപാടുണ്ടല്ലേ സിലബസ് വന്നപ്പോൾ. കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി വെച്ചിരുന്ന ആ ഒരു സിലബസ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വരുമെന്ന്, അല്ലെങ്കിൽ വെൽ സ്ട്രക്ചർഡ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന സിലബസ് കുറേ വേരിയേഷൻസ് കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെയധികം വെൽ സ്റ്റഡീഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു സിലബസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മുന്നിൽ ഇനിയുള്ളത് ഏകദേശം ഒരു 85 ദിവസം കൂട്ടിയാൽ മതി നിങ്ങൾ. 85 ദിവസം. കാരണം പരീക്ഷയ്ക്ക് തലയ്ക്കും ദിവസങ്ങൾ അല്ലെങ്കിൽ 5 ദിവസം മുന്നേ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നാൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേണം അല്ലേ, അല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ പരീക്ഷയ്ക്ക് മുന്നേ സമയം വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 80 ദിവസം നമ്മുടെ മുന്നിൽ കിട്ടുന്നുണ്ട്. 70 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രാഷ് ബാച്ചാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടോപ്പിക്ക് പലതും പുതുതായിട്ട് വന്നുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ നിലവിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഈ കാണുമ്പോഴത്തേക്കും ശരിക്കും നമുക്കത് അതാണോ ഇതാണോ എന്ന് ആശങ്ക തോന്നുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു വീഡിയോയിൽ ചെയ്തു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സ്വപ്ന ജോലിയാണ് ICDS സൂപ്പർവൈസർ. അതിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കടന്നു പോകേണ്ടുന്ന സിലബസ് ആദ്യം നോക്കാം. ഫസ്റ്റ് സോഷ്യോളജിയാണ്, 25 മാർക്ക്. അതിനകത്ത് മൊഡ്യൂൾ 1 ബേസിക്സ് ഓഫ് സോഷ്യോളജി. അതിനകത്ത് കീ സോഷ്യോളജിക്കൽ കൺസെപ്റ്റുകൾ, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, കൾച്ചർ, ഇതെല്ലാം പക്കയായിട്ട് നമുക്ക് മറ്റേ സിലബസിലുണ്ട്. അതുപോലെ സോഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലേ, സെക്കൻഡറി സോഷ്യലൈസേഷൻ എല്ലാം നമ്മളത് അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കവർ ചെയ്യാത്തവരെ കവർ ചെയ്യുന്ന സമയമുണ്ട്, നോക്കാം നമുക്ക്. അതുപോലെ നേച്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫാമിലി അല്ലേ, ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫംഗ്ഷൻസ് ആൻഡ് റോൾസ് ഓഫ് ഫാമിലി, സോഷ്യലൈസേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ് വിത്തിൻ ഫാമിലീസ്. ഓക്കെ, അതുപോലെ ടൈപ്സ് ഓഫ് ഫാമിലീസ്, അങ്ങനെ പിന്നെ വരുന്നത് എന്താണ്, ചേഞ്ചിങ് റോൾ ഓഫ് ഫാമിലി. ഫാമിലിയുടെ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഏകദേശം മറ്റേ സിലബസ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല അതിനകത്ത്. ഇത്രയും കാര്യങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് 4 മാർക്കാണ് അല്ലേ, 4 മാർക്കാണ്. 4 മാർക്ക് നോക്കാം. ബേസിക്സ് ഓഫ് സോഷ്യോളജി പ്രകാരം 4 മാർക്ക്. പിന്നെ മൊഡ്യൂൾ 2 സോഷ്യൽ പ്രോബ്ലംസ്, അത് ഡൊമസ്റ്റിക് വയലൻസും അതുപോലെ ആൽക്കഹോളിസവും അതിനകത്ത് വരുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ. പിന്നെ വരുമ്പോഴത്തേക്കും ഡൗറി ആൻഡ് ഡൗറി ഡെത്ത്സ്, അത് മൊത്തം ലെജിസ്ലേഷൻ കാര്യങ്ങളാണ് വരുന്നത്. അതെല്ലാം നമുക്ക് നേരത്തെ സോഷ്യോളജിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഡ്രഗ് അഡിക്ഷൻ നമുക്ക് കുറച്ച് അത് ഒരു ന്യൂ ഐറ്റമാണ്, നമുക്ക് നോക്കാം. എന്തായാലും റീഹാബിലിറ്റേഷൻ പ്രിവെൻറ്റേഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് അബ്യൂസ് അല്ലേ, അതുപോലെ വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ അല്ലേ, അതിൻ്റെ എല്ലാം കാര്യങ്ങൾ സോഷ്യോളജി നമ്മൾ കവർ ചെയ്ത ഒരു ഭാഗമാണ്. പ്രോബ്ലംസ് ഓഫ് ദി എൽഡർലി അല്ലേ, ജീരിയാട്രിക് പ്രോബ്ലംസ്. പിന്നെ വരുന്നത് പ്രോബ്ലംസ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രോബ്ലംസ് എല്ലാം പുതിയ ഭാഗമാണ്, നമുക്കത് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വകുപ്പിൽ അല്ലേ, നമ്മുടെ വകുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സ്റ്റഡി ചെയ്തുണ്ടാക്കിയൊരു സിലബസ് തന്നെയാണ്. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, പിന്നെ അത് മൊത്തം 6 മാർക്കാണ് ഇത്ര ഏരിയ. പിന്നെ വരുന്ന ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്, അവിടെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് നേരത്തെ ഉണ്ടായിരുന്ന സാധനം തന്നെയാണ് അല്ലേ ഇന്ത്യയിലുള്ള. അപ്പോൾ നിലവിലുള്ളതും നേരത്തെ ഉണ്ട്. ഓവർ ഓഫ് മേജർ പ്രോഗ്രാംസ് ആൻഡ് ദെയർ ഇമ്പാക്ട്, പഴയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കൺസ്യൂമറിസം, അതുപോലെ റൂറൽ അർബൻ ഡിസ്പാരിറ്റീസ്, എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, അതൊക്കെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എല്ലാം നമുക്ക് നേരത്തെ സിലബസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതുപോലെ പ്രോബ്ലംസ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അപ്പോൾ അങ്ങനെ മൊത്തം 4 മാർക്കിന്റെ ഏരിയയാണ് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ, വുമൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ, അപ്പോൾ അവിടെ വുമൻ ഇൻ ഗവർണൻസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ ജെൻഡർ ഇഷ്യൂസ്, ജെൻഡർ ഈക്വാലിറ്റി കാര്യങ്ങളെല്ലാം. പിന്നെ എംപവർമെന്റ് ഓഫ് വുമൻ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പാർട്ടിസിപ്പേഷൻ സോഷ്യൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ അതിനകത്ത് റോൾ ഓഫ് വുമൻ ഇൻ സിവിക് എൻഗേജ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സസ് അല്ലേ, അത് നമുക്ക് നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് അത്. അതുപോലെ വുമൻ ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം നമുക്ക് വലിയ കുഴപ്പമില്ല. അതുപോലെ SHG റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലേ, സ്വയം സഹായ സംഘങ്ങളുടെ റോള് വുമൻ ഡെവലപ്മെന്റിനകത്ത്. പിന്നെ അടുത്തെന്താണ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ICDS പ്രോഗ്രാംസ് അല്ലേ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. അതുപോലെ ഒബ്സർവേഷൻ ടെക്നിക്സ്, ഇന്റർവ്യൂ ഷെഡ്യൂള്, ക്വസ്റ്റ്യൻ എയർ, കേസ് സ്റ്റഡി മെത്തേഡ്, ഫോക്കസ് ഗ്രൂപ്പ് ഇൻ ഡിസ്കഷൻ, അതുപോലെ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ, ഇത്രയും കാര്യങ്ങൾ മൊത്തം 5 മാർക്കാണ് വരുന്നത് അതിനകത്ത്. പിന്നെ വരുന്നത് സോഷ്യൽ വർക്ക്, കുറച്ച് വേരിയേഷൻ ഉണ്ട് സോഷ്യൽ വർക്കിൽ നോക്കാം. സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ 5 മാർക്കിന് വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത് വരുന്ന വെബിനാറിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. വെബിനാറിൽ ഉറപ്പായിട്ട് നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ ICDS സൂപ്പർവൈസർ എന്ന കോഡും കൂടെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് വെബിനാറിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ എത്ര ക്ലാസ് കൊണ്ട് നമുക്ക് എന്ന് ഇത് കവർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതുപോലെ മൊഡ്യൂൾ 2 പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്, അതുപോലെ സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് വരുന്നുണ്ട് മൊഡ്യൂൾ 3ൽ 8 മാർക്കാണ് കേട്ടോ അത്. അതുപോലെ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ 4 മാർക്ക്, അങ്ങനെ മൊത്തം 25 മാർക്ക്. സൈക്കോളജിയിൽ അറ്റൻഷൻ പെർസെപ്ഷൻ 2 മാർക്ക്, പെർസെപ്ഷൻ 2 മാർക്ക്,
അതുപോലെ മെമ്മറി ആൻഡ് ഫർഗറ്റിംഗ് 2 മാർക്ക്. ഇതൊക്കെ നമുക്ക് മിക്കവാറും ഏരിയാസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറേ ഏരിയാസ് ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമ്മൾ എന്തെങ്കിലും പിൻ പോയിന്റ് ചെയ്യണം കേട്ടോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി 4ാമത്തെ മൊഡ്യൂൾ, അതെല്ലാം 2 മാർക്ക് വീതമാണ് കേട്ടോ. തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് അടക്കം വരുന്ന കാര്യങ്ങൾ 2 മാർക്ക്. അതുപോലെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ 2 മാർക്ക്. ലേണിംഗ് പ്രോസസ്സ് 2 മാർക്ക്. പേഴ്സണാലിറ്റി 4 മാർക്കിന് പേഴ്സണാലിറ്റി വരുന്നുണ്ട്. അതുപോലെ സോഷ്യൽ പെർസെപ്ഷൻ 3 മാർക്കിന് വരുന്നുണ്ട്. സൈക്കോ പത്തോളജി വരുന്നുണ്ട് കേട്ടോ. സൈക്കോ പത്തോളജി നമുക്ക് ഇത്രയും ഒന്നും ഇല്ലായിരുന്നു, ഈ ഒരു ഏരിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നമുക്കത് കവർ ചെയ്യണം. 4 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി സയൻസ്, അതായത് ഹോം സയൻസിന് മറ്റൊരു പേര് കൊടുത്ത് കമ്മ്യൂണിറ്റി സയൻസ് എന്നൊരു പേരിൽ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട നമ്മൾ കരുതിയിരുന്ന കുറേ കാര്യങ്ങളല്ലേ, നമ്മുടെ എന്താണ് അനാട്ടമി കാര്യങ്ങളെല്ലാം അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് 10 മാർക്കിനാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ പ്രിസൈസ് അല്ല എന്നുള്ളതാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഇൻ ചിൽഡ്രൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അത്ര പ്രിസൈസ് അല്ല. കാരണം 4 ഹെഡ് തന്നിട്ട് അതിനകത്ത് 10 മാർക്കിന് തന്നിരിക്കുന്നു. അവിടെ നല്ല റിസർച്ച് ആവശ്യമാണ് മക്കളെ. അതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു റിസർച്ച് നമുക്ക് എന്താണ് ആവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ ഫസ്റ്റ് റാങ്ക് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് റാങ്ക് അടിക്കാൻ നമുക്ക് അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് നോക്കാം ചൈൽഡ് ഡെവലപ്മെന്റ്. പിന്നെ ചൈൽഡ് ആൻഡ് മറ്റേണൽ ന്യൂട്രീഷൻ 8 മാർക്കാണ്. ഇതിനകത്ത് നമുക്ക് നേരത്തെ വന്നിരുന്ന കുറേ കാര്യങ്ങൾ, ഹോം സയൻസ് ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതിനകത്ത്. ഇതെല്ലാം നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കും, നമ്മുടെ കുട്ടികൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും കേട്ടോ. മീറ്റിംഗിൽ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെന്റ് 7 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് കണ്ടില്ല റോൾ ഓഫ് സൂപ്പർവൈസർ ഇൻ മാനേജിങ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അതൊക്കെ പുതിയ ഏരിയാസ് ആണ്. നമുക്ക് അതിനകത്ത് ഹോം സയൻസിൽ വരുന്ന കാര്യങ്ങൾ തന്നെ അല്ല, കാരണം ഹോം സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിലൊന്നും അതങ്ങനെ പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പല നോട്ട്സ് എടുക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. എന്തായാലും നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുക, പവർഫുൾ ആയിട്ടിരിക്കുക, കണ്ണും പൂട്ടി എല്ലായിടത്തും റിവൈസ് ചെയ്യേണ്ട. നമ്മുടെ അടുത്ത മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ ക്ലാസ് റിവൈസ് ചെയ്യണം, അതുപോലെ ഏതൊക്കെ ക്ലാസ് ആപ്പിൽ നിന്ന് മാറ്റേണ്ടി വരും. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് ക്ലാസ്സുകൾ മാറ്റേണ്ടി വരും. നമ്മളിപ്പോൾ നിലവിൽ 310ഓളം ക്ലാസ്സുകളാണ് നമ്മൾ മൊത്തം എടുത്തിട്ടുള്ളത്. അതിൽ എങ്ങനെയായാലും കുറച്ച് ക്ലാസ്സുകൾ മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് കുറേ ക്ലാസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സാധാരണ എപ്പോഴും സിലബസ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്, ഈ ലാസ്റ്റ് ലാപ്പിൽ, അവസാനത്തെ ലാപ്പിൽ നമ്മുടെ ഓട്ടമാണ് നമ്മുടെ ഫൈനൽ ഫിനിഷിംഗ് പോയിന്റ് എവിടെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, ഇനി കൃത്യമായിട്ട് പറഞ്ഞാൽ എത്ര ദിവസം എത്ര മണിക്കൂറുകൾ എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് വളരെ പവർഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യ റാങ്കുകളെ സഹകാരിയുടെ ലെഗസി കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. എന്താ സഹകാരിയുടെ ലെഗസി? സഹകാരിയുടെ ലെഗസി തൊട്ടവെല്ലാം പൊന്നാക്കുക എന്നുള്ളതാണ് അല്ലേ. ആദ്യ റാങ്കുകൾ നേടുക. STO പരീക്ഷ ആവട്ടെ, KLD ബോർഡ് ആവട്ടെ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റുകളാവട്ടെ, LD ടൈപ്പിസ്റ്റ് ആവട്ടെ, തൊട്ടതെല്ലാം പൊന്നാക്കുക. 1ാം റാങ്ക് അടക്കം ഫുള്ള് റാങ്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലെഗസി. അതിലേക്ക് ചിത്രം എഴുതാനുള്ള ചുമരുകളായി നിങ്ങൾ മാറുക. ബാക്കി ഒരിക്കൊന്നും പറയാനില്ല. അപ്പൊ എല്ലാവരും ഫുൾ പവറിൽ ഉണർന്ന് വന്ന് കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. ബാക്കി എല്ലാം നമുക്ക് പവറാക്കാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ ഞാൻ ഇപ്പോഴും നേരുകയാണ്. താങ്ക് യു.